എന്താണ് തെയ്യം? എല്ലാവർക്കും അറിയാം, വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെയ്യം. അങ്ങനെയുള്ള തെയ്യത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടമെന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലമെന്നും അറിയപ്പെടുന്നു. ദേവാരാധന നിറഞ്ഞ തെയ്യം കലയിൽ മന്ത്രപരമായ അനുഷ്ഠാനം, തന്ത്രപരമായ അനുഷ്ഠാനം, കർമ്മപരമായ അനുഷ്ഠാനം, വ്രതപരമായ അനുഷ്ഠാനം എന്നിവ ഇടകലർന്ന് കാണുന്നു. പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്നു. ഏതാണ്ട് 500ഓളം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും 120ഓളം തെയ്യങ്ങളാണ് സാധാരണമായിട്ടുള്ളത്. ഇതാണ് തെയ്യത്തിൻ്റെ ഐതിഹ്യം. ഇനി തെയ്യത്തിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. തെയ്യത്തിൻ്റെ ഐതിഹ്യവും അതുപോലെ തന്നെ ചരിത്രവും വളരെ ചുരുക്കിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. മാത്രമല്ല, തെയ്യത്തിനെ കുറിച്ച് വിശദീകരിച്ചുള്ള ഓരോ തെയ്യ രൂപങ്ങളെക്കുറിച്ചും മറ്റു വീഡിയോയിൽ പറയുന്നതാണ്. ഓക്കെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കേ മലബാറിൻ്റെ തനത് കലാരൂപമാണ് തെയ്യം. അതുപോലെ ദൈവം എന്നതിൻ്റെ വാമൊഴി രൂപമാണ് തെയ്യം എന്നാണ് അറിയപ്പെടുന്നത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഈ അനുഷ്ഠാന കല കെട്ടിയാടുന്നത്. വൈദികേതരമായ അനുഷ്ഠാനാചര്യങ്ങളോടെ ദൈവപ്രീതിക്ക് വേണ്ടി അധസ്ഥിത സമുദായക്കാർ നടത്തുന്ന നൃത്തമാണ് തെയ്യം. ഓരോ സമുദായത്തിനും നിശ്ചിത തെയ്യക്കോലങ്ങൾ കെട്ടിയാടാനുള്ള അവകാശം തമ്പുരാൻ നൽകിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. സങ്കീർണവും മനോഹരവുമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള രക്തവർണ്ണാങ്കിതമായ ആടയാഭരണങ്ങളും ചെണ്ട, ചേങ്ങില, ഇലത്താളം, കരുംകുഴൽ, തകിൽ തുടങ്ങിയ വാദ്യമേളങ്ങളും ലാസ്യതാണ്ഡവ നൃത്താദികളും സമോഹനമായി സമ്മേളിക്കുന്ന തെയ്യം വിശ്വാസത്തോടൊപ്പം കലാസ്വാദന ചാതുര്യമുണർത്തുന്ന അപൂർവമായ ഒരു കലാരൂപമാണ്. വർഷങ്ങൾ നീളുന്ന പരിശീലനത്തിലൂടെ മാത്രമേ ഒരാൾക്ക് നല്ല തെയ്യക്കാരനാവാൻ കഴിയുകയുള്ളൂ. തെയ്യത്തെ തോറ്റിച്ച്, അതായത് തെയ്യത്തെ പ്രാർത്ഥിച്ചുണർത്തുന്ന പാട്ടാണ് തോറ്റം പാട്ട്. അതുപോലെ തന്നെ വിവിധ തരം തെയ്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഓരോ തരം തെയ്യത്തിനെക്കുറിച്ചും ഓരോ വീഡിയോയിലൂടെ പറയുന്നതാണ്. തെയ്യത്തിനെക്കുറിച്ചുള്ള ഈ ചെറിയ വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്